ഒരു പണിയും വർക്കൗട്ടാകുന്നില്ല. അവള് കരഞ്ഞപ്പോ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എനിക്ക്. ഏട്ടാ, ഏട്ടനും ദേഷ്യത്തിലാണോ? ദേഷ്യം കാണിച്ചിട്ട് എന്തിനാഞ്ചോ? അവൾ അബോർഷനായെന്ന് നിന്റെ വായിന്ന് കേട്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞങ്ങള് പില്ലി എനിക്കിത് അവരെങ്ങനെ അറിഞ്ഞേട്ടാ? നിന്റെ കെട്ടിയോൻ തന്നെ എനിക്ക് അറിയിച്ചത്. പ്രകാശേട്ടനെ ആയിരിക്കില്ല മോഹനേട്ടാ. പ്രകാശേട്ടനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടല്ലേ എല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. അവരെന്റെ അമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടാ? എന്റെ അമ്മയ്ക്കും എനിക്കും ഭയങ്കര ഇൻസൾട്ട് ആയിപ്പോയി. തിരിച്ചെന്തെങ്കിലും പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അമ്മയും ഹോസ്പിറ്റലായത് നമുക്കൊരു അടിയായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടാ. എന്റെ അമ്മയെ ഒരു നാണം കെടുത്തി പറഞ്ഞു വിട്ടില്ലേ? ഇവിടെ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സ്വന്തം അച്ഛന്റെ അമ്മയും മനസ്സമാധാനം പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അവരിവിടുത്തെ പ്രശ്നങ്ങളൊന്നും അറിയിക്കാത്തത്? ഏട്ടത്തിയുടെ അമ്മയും അച്ഛനും ഇവിടെ വരുത്തണം ഏട്ടാ. അവരും ഇതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോണം. എന്നാലേ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? നീ പറഞ്ഞ ശരിയാ അഞ്ജു. അവളുടെ നെറുകം തലക്കിട്ടുള്ള അടിയായിരിക്കും അവളുടെ അച്ഛനമ്മേനെ ഇങ്ങോട്ട് വരുത്തിയ. എന്നാ ഇവിടെ നടക്കുന്നൊക്കെ വിളിച്ച് പറയട്ടാ. എല്ലാം വിളിച്ചു പറഞ്ഞ് അവരെല്ലാം അറിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഒരു രസം ഉണ്ടാവില്ല. അവര് വരട്ടെ. നീ കണ്ടോ, ആവണി മുൾമുനെ നിൽക്കും. അവരെ ഒന്നും അറിയിക്കരുതെന്ന് പറഞ്ഞ് അവള് എന്റെ കാലേ വീണ കെഞ്ചു. ഞാൻ അവളുടെ കാലേ വീണ കരയുമെന്ന് അവൾ എന്നോട് പറഞ്ഞത്. ഇനി ആരാരുടെ കാലേ വീണ് കരയുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിക്കാം. ഹലോ അമ്മ. ഇല്ല, വലിയ സുഖമില്ല. ഇവിടെ അമ്മ ഒന്ന് വീണേ. അതെ, ഹോസ്പിറ്റലാ. കുറച്ച് സീരിയസ് ആണ്. അമ്മ പറഞ്ഞായിരുന്നേ അമ്മേനൊന്ന് കാണണമെന്ന്. അവിടുത്തെ അച്ഛന് വയ്യാതിരിക്കല്ലേ, ഇവിടുന്ന് വണ്ടി വിട്ടേക്കാം. അപ്പൊ അമ്മക്കും അച്ഛനും ഇങ്ങോട്ടൊന്ന് വരാവോ? ശരി അമ്മ, ഓക്കെ. അവര് വരും. പാവങ്ങളാണ് അവളുടെ അച്ഛനും അമ്മയും. അപ്പേട്ട പറഞ്ഞിരുന്നത് അവരൊന്നും ചെയ്യരുതെന്നാണോ? അവര് പാവങ്ങളല്ലേ. അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് പെട്ടെന്ന് വിഷമാവും. പക്ഷെ അത് കണ്ട അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ മാക്സിമം അങ്ങ് വിഷമിപ്പിക്കണം, നല്ലോളം ദ്രോഹിക്കണം. അത് ഞാൻ ഏറ്റേട്ടാ. എന്റെ അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടത് എന്റെ മനസ്സിൽ കിടന്ന് നീറുകയാണ്. അവര് വരട്ടെ, നരകമായിരിക്കും അവർക്കിവിടെ.